ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നിസാൻ്റെ കളമശ്ശേരിയിലുള്ള ഷോറൂമിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിസിയ എന്ന് പറയുന്ന വേരിയൻ്റ്, അതായത് നിങ്ങൾ പരസ്യത്തിലൊക്കെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വണ്ടി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് കാണാം. ഇതിപ്പോൾ ഷോറൂമിലാണ് ഞാനുള്ളത്. ഷോറൂമല്ല, ഷോറൂം വിത്ത് സർവീസ് സെൻ്റർ ആണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേക്ക് അവിടെ നമ്മുടെ മുട്ടം ആ ഭാഗത്ത്, കളമശ്ശേരി മുട്ടം ആ ഭാഗത്ത് ഡിസ്പ്ലേ ഷോറൂം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. സർവീസ് കാര്യങ്ങൾ ഇവിടെയാണ്, പക്ഷേ ഇവിടെ വണ്ടി ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്യാൻ ഉള്ള ഇതിനായിട്ട് വന്നപ്പോൾ ഈ വിസിയ ഇവിടെ ഇങ്ങനെ നടക്കണുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വിസിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ വണ്ടിയുമായിട്ട്, അതായത് അസൻഡ തൊട്ട് അടുത്ത വേരിയൻ്റാണ് അസൻഡ, അതാണ് നമ്മൾ എടുത്തേക്കണത്. അതിൻ്റെ വീഡിയോക്ക് തന്ന എല്ലാ സഹകരണത്തിനും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ എല്ലാവരോടും ആ ഒരു സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഓവറോള് അതിൻ്റെ ഒരു ലുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രില്ലോ ലോഗോയിലോ വലിയ മാറ്റങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ച് പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. എനിക്ക് കണ്ണിൽ ചെറിയൊരു വിഷയമുള്ള ആളാണ്, പക്ഷേ വണ്ടികൾ നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം പണ്ട് 2018 സ്റ്റാർട്ട് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ ഈ വണ്ടിയുടെ സൈഡ് വൈസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിൻ്റെ വീല് നോക്കട്ടെ ഒരു സെക്കൻഡ്. നമ്മുടെ വണ്ടിയുടെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസൻഡയിൽ വന്ന പോലെ തന്നെ 14 ഇഞ്ച് ടയറാണ് കേട്ടോ. ഇത് 15 ഇഞ്ച് ആകണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലോഞ്ച് എഡിഷനിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ നമ്പർ പ്ലേറ്റ് കണ്ട, നമ്പർ പ്ലേറ്റ് ലോഞ്ച് എഡിഷൻ്റെ നമ്പർ പ്ലേറ്റ് ആണ്. പക്ഷേ ലോഞ്ച് എഡിഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വേരിയൻ്റ് അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് വിസിയാണ്. ലോഞ്ച് എഡിഷൻ വേറെയാണ്. അത് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ എക്സിക്യൂട്ടീവ്സ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ലോഞ്ച് എഡിഷൻ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്, കാരണം ലോഞ്ച് ചെയ്തത് ഇതാണല്ലോ. അപ്പം ബേസ് വേരിയൻ്റ് ആണിത്. പിന്നെ സ്റ്റീൽ വീലാണ് ഇതിന്. നമ്മുടെ വീൽ കപ്പ് വരുന്നില്ല. പിന്നെ എന്താണ്, ഇതിൻ്റെ മിറർ നോക്കി, ഈ മിററിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളൊന്നും നിങ്ങളെപ്പോലെ സാധാരണ കാണുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവരത് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, ഫോൾഡബിൾ ആണ്, പക്ഷേ ഇത് മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നതാണ്. നമ്മുടെ വണ്ടിക്ക് ഗ്ലോസിയാണ് വന്നതാണ്. അസൻഡയിലേക്ക് വന്നപ്പോൾ ഇത് ഗ്ലോസിയാണ്. പിന്നെ അതുപോലെ ഇത് കണ്ടോ, നമ്മുടെ ഈ എന്താണ് ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ മാറ്റായിട്ട് തന്നെയാണ് വന്നത്. മാറ്റായിട്ടാണ് വരുന്നത്. കീ ആണോ അത്? കീ തന്നെ. ഇനി ഞാനൊരു കാര്യം പറയാം. ഇത് അസൻഡയുടെ കീ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഇതാണ് അസൻഡ എന്ന് പറയുന്ന വണ്ടിയുടെ കീ. ഇതിൻ്റെ കീ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കീയിലേക്ക് ഇപ്പോൾ ഡോറെല്ലാം വൈഡ്ലി ഓപ്പൺ ആണ്. ഇതിൽ സെൻട്രൽ ലോക്ക് വരുന്നില്ല. സെൻട്രൽ ലോക്കൊക്കെ നിങ്ങൾ എടുത്തതിന് ശേഷം ആഡ് ചെയ്യേണ്ടി വരും. കണ്ടോ കീയുടെ വ്യത്യാസം കണ്ടോ. ഇതിൽ സെൻട്രൽ ലോക്ക് യൂണിറ്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സെൻട്രൽ ലോക്കൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ്, ഇങ്ങനെ രണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കീകളാണ് വരുന്നത്. പിന്നെ എന്താണ്, ഹോണൊക്കെ ഡബിൾ ഹോണാണ് കേട്ടോ. അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതെ കേട്ടോട്ടോ, ഡബിൾ ഹോണാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ വണ്ടീനെക്കാട്ടിയും വലിയ ഹോണാണെന്ന് തോന്നുന്നു. കാരണം അസൻഡയിൽ വന്ന ഇലക്ട്രിക് ഹോൺ വലുതായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അടിച്ചിട്ടായിരിക്കും. പിന്നെ അതെ വേണമെങ്കിൽ കോസ്റ്റ് കട്ടിങ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചായിരുന്നു. അത് നമ്മൾ ഇതിപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ ഓർക്കുന്ന അങ്ങോട്ട് പറയുകയാണ്, അല്ലാണ്ട് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അപ്പോൾ വളരെ ജെന്യൂനായിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ചില തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. പിന്നെ റീ എഡിറ്റിങ്ങിനൊന്നും ഞാൻ വിടാറില്ല. അപ്പോൾ വസ്തുതാപരമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയാറ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. പിന്നെ അതെ വേണമെങ്കിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ലിവർ, ഈ അകത്തുനിന്നുള്ള നോബൊക്കെ വേണമെന്നെങ്കിൽ കമ്പനിക്ക് ഒഴിവാക്കാം. കാരണം അതല്ലാത്ത രീതിയിൽ പുറത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കമ്പനി അതൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 എയർ ബാഗ് വിസിയയിലും അവൈലബിൾ ആണ്. വിസിയയിലും ആ ഒരു ഹെഡ്ലൈറ്റ് കൺട്രോളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുന്നുണ്ട്. ഈ വിസി ആണെങ്കിൽ പോലും ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ നോബാന്ന് ഞാൻ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മുടെ ബോണറ്റ് ഓപ്പൺ, ഇത് ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കണ്ടോ,
അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ അസെൻഡയിലും ഉണ്ട് അത്. പിന്നെ ഇതായത് സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലോസി അല്ല എന്നുള്ളതാണ്. മാറ്റ് ഫിനിഷാണ് കേട്ടോ. ഒരു റഫ് ആൻഡ് ടഫ് വണ്ടിയാണ്. നിങ്ങൾക്ക് ഫാമിലി യൂസായിട്ടും പറ്റും, കൊമേഴ്ഷ്യൽ യൂസിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് കമ്പനിയിലേക്കൊക്കെ എടുത്തിടാം. ഒരു 3 വണ്ടിയൊക്കെ ഒറ്റയടിക്ക് 3 വണ്ടി 4 വണ്ടിയൊക്കെ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു 3-4 എണ്ണം ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ടാക്സി ആയിട്ട് കൊടുക്കുന്നില്ല വണ്ടി നിലവിൽ. പിന്നെ ഇതാ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മറ്റേ അസെൻഡ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് അസെൻഡ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയണത്. ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നുമില്ല, ആകെ ഹോണിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി പഠിച്ച് വെറുതെ ബഹളം ഉണ്ടാക്കാനുള്ള. പിന്നെ ഇവിടെ അതെ നമ്മുടെ ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയ ഹോളാണുള്ളത്. അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ഡെഡ് സ്വിച്ച് ആണ് ഇവിടെ ഉള്ളത്. ബാക്കി ബൂട്ട് ലിഡ് ഓപ്പൺ ടൈം, പിന്നെ അതുപോലെ എന്താണ് അൺലോക്ക്, നമ്മുടെ 4 ഡോർ അൺലോക്ക് ബട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ ഈ ഡാഷ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നു ടെക്ന അടങ്ങിയുള്ളതിൽ ടെക്ന എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൽ ഇതൊക്കെ ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആവും. അത് വളരെ സൗകര്യപ്രദമായിരുന്നു. പക്ഷേ ഈ വണ്ടിയിലും മറ്റേ വണ്ടിയിലൊക്കെ അത് ഇനിയെങ്കിലും കമ്പനി അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കണം. ഇതിലൊന്നും ഒരു പിശുക്ക് കാണിക്കേണ്ട. ഇതൊക്കെ കൊടുത്ത വണ്ടിക്ക് അത്രയും ബിസിനസ് കൂടുള്ളൂ. ഇതേ ഈ താഴത്തെ നമുക്ക് സാധനങ്ങൾ വെക്കാം. അതിൽ കമ്പാർട്ട്മെൻറ്റ് ബേസ് ആണ്. ഇതാ കാണിച്ചു തരാം. മറ്റേ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതേ കണ്ടോ, കമ്പാർട്ട്മെൻറ്റ് ബേസ്. അതായത് ചെറിയ ചെറിയ കോയിൻസ് നിങ്ങളുടെ വാലറ്റൊക്കെ വെക്കാം. അപ്പോൾ ഇനി മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. റൂഫിൽ വരുന്ന ലൈറ്റ് അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാക്ക് ക്യാബിനിലേക്ക് അത് വരുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മുടെ അസെൻഡയിലും ഈ വണ്ടിയിലൊക്കെ സെയിം ആണ്. അതൊക്കെ ഇരുന്ന് അല്ലാതെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ മറ്റേ വണ്ടിയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ പിന്നെ നമുക്ക് എ സിയുടെ വിൻഡോകൾ അതിലൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഫ്രണ്ടിൽ 3 എണ്ണം വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ വിസിയൽ. ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. അതായത് സെക്കൻഡ് റോയിലും തേർഡ് റോയിലേക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അതായത് 4 AC വെൻറ്റുകൾ കുറവാണ് ബാക്കിൽ. അത് ഞാൻ ബാക്കിലേക്ക് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഇതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് അനുവാദമില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണില്ല. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോടൊപ്പം പറ്റുകയാണെങ്കിൽ ഒന്ന് എടുക്കുക. അതവിടെ ചോദിക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫ്യൂവൽ ലിഡിൻ്റെ ഓപ്പണിങ് ഇത് ഇവിടെ താഴെ ഫ്ലോറിലാണ് കണ്ടോ. ഫ്യൂവൽ ലിഡ് നമ്മൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്യണം കണ്ടോ. അത് അസെൻഡയിലും അങ്ങനെ തന്നെയാണ്, എല്ലാ ഓപ്ഷനിലും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇനി നമുക്ക് ബാക്കിലേക്ക് കയറാം, ബാക്ക് പോർഷനിലേക്ക് കയറാം. വരും. അപ്പോൾ ഫ്രണ്ടിൽ സ്പീക്കർ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ മറ്റേ മാറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു സെറ്റപ്പിലാണ് വണ്ടി കിടക്കണേ. മാറ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. വിശദമായിട്ട് ഇരുന്നുള്ള വീഡിയോ മറ്റേ വണ്ടിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതെ നമ്മുടെ അസെൻഡയിൽ ഈ പില്ലറിൽ അസെൻഡ് തുടങ്ങിയ മുകളിലേക്ക് ഈ പില്ലറിൽ AC വെൻ്റ് വരും. പിന്നെ ഉണ്ട് കേട്ടോ. ഇത് AC വെൻ്റ് അപ്പുറത്ത് ലെഫ്റ്റും റൈറ്റും ഈ പില്ലറിൽ വരും. ഈ വണ്ടിക്ക് ഇല്ല, ഇത് വിസിയാണ്, റേറ്റ് കുറവാണ് കേട്ടോ. അപ്പം ഇതിനെ ചില ആൾക്കാർ ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ട്, ഈ ഗ്രാവൈറ്റിനെ അല്ലേ. ഇതിൻ്റെ പ്രീമിയം മോഡൽ വണ്ടിയൊക്കെ എടുത്ത ആൾക്കാർ പുച്ഛിക്കുന്നതെന്ന് വെച്ചാൽ പാട്ട വണ്ടി അങ്ങനെ. പക്ഷേ അതങ്ങനെയല്ല. ഇത് ഈ പ്ലേസ് ആയേക്കണ ഈ വണ്ടി എത്തരത്തിലുള്ള ആളുകളിലേക്കാണ് വണ്ടി യൂസ്ഫുൾ ആവണമെന്നുള്ളത് അറിയാത്തവർ അങ്ങനെയൊക്കെ വന്നിട്ട് പലതും പറയും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടി ഞാൻ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട്, ഞാൻ ഓടിച്ചില്ലെങ്കിലും കുറേ സ്ഥാനത്ത് ഇരുന്ന് ഞാൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വണ്ടി ഈ കിട്ടുന്ന വിലക്ക് വണ്ടി വെർത്താണ്. ഈ വണ്ടിയാണെങ്കിലും അതെ, മറ്റേ വണ്ടിയാണെങ്കിലും അതെ. ഈ ഗ്രാവൈറ്റിൻ്റെ ഏത് മോഡലാണെങ്കിലും നമുക്ക് ആ പറയുന്ന പൈസക്കുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ റെഡി ഫ്രണ്ട്സ്. അപ്പം ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നിസാൻ ഗ്രാവൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലോഗോ കാര്യങ്ങൾ, തേർഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്പോയിലർ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് സ്പോയിലറാണ് ഈ കാണുന്നത്, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറാണ് കേട്ടോ. നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോയിലറാണ് ഈ കാണുന്നത്. അതായത് ഒരുപാട് ചാടിച്ചിട്ടിട്ടുള്ള ടൈപ്പല്ല, ഈ കമ്പനി തന്നെ ഇറക്കുകയാണ്. അതൊരു മെറ്റലാണ്, മെറ്റൽ പീസ് സൗണ്ട് കേട്ടോ, മെറ്റൽ പീസാണ്. അപ്പം പിന്നെ ബാക്ക് വൈപ്പർ വരുന്നില്ല,
എനിക്ക് തോന്നുന്നു ടെക്നോ തുടങ്ങി മുകളിലേക്ക് അതൊക്കെ വരുന്നുണ്ട് നമ്മൾ. അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ ടൈൽ ലാമ്പ് സിസ്റ്റം ഒക്കെ ഇങ്ങനെ തന്നെ ഈ രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഡിക്കി സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത്രയും സ്പേസാണ് ഇവിടെ ഉള്ളൂ എന്നുള്ളെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഇത് ഫോൾഡ് ചെയ്യാം. ഇത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇത് രണ്ടും ഫോൾഡ് ചെയ്യാം. ഇതിനിടയിൽ എന്തോ ഇരിപ്പുണ്ട്. അവിടെ എന്തോ കപ്പ് ഹോൾഡറോ എന്തൊക്കെയോ ഇതെന്താണ്? വീൽ കപ്പിൻ്റെ എന്തൊക്കെയോ അന്ന് അടുക്കിടുന്ന ക്യാപ്പ് കാര്യങ്ങൾ. പിന്നെ മറ്റേ ടൂൾസിൻ്റെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഡിസ്പ്ലേ വെഹിക്കിളാണ് കേട്ടോ, ഡിസ്പ്ലേക്ക് കിട്ടുന്ന വണ്ടിയാണ്. അപ്പം നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിക്കി അടച്ചേട്ടെ, ഡിക്കി കൈ മാറ്റിക്കോട്ടോ. ആണോ, നിങ്ങൾ ആ ഡിക്കി അടയുന്ന ശബ്ദം കേട്ടായിരുന്നോ? കേൾപ്പിച്ചു തരാം അത്യാവശ്യം. അതായത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിവറില്ലേ, അതായത് ഈ 2 ഹൈഡ്രോളിക് ചില കമ്പനികൾ ചെയ്യണ പോലെ ഈ ഹൈഡ്രോളിക് ഒരെണ്ണത്തിൽ നിർത്താം. പക്ഷെ ഇവിടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നിർത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഡിക്കി അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഡിക്കി ഡോറാണ്. ടൈൽ ഗേറ്റ് അത്യാവശ്യം സൗണ്ടും ഉണ്ട് കണ്ടോ. പിന്നെ അത് മറ്റേനില്ലേ അതായത് ഇതിനടിയിലൊരു റെഡ് അല്ലേ വൈറ്റ് അതായത് നമ്മുടെ ലൈസൻസ് ബോർഡിലേക്ക് വെട്ടം കിട്ടാൻ അല്ലേ 2 ലാമ്പ് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. സൈലൻസർ നമ്മുടെ വണ്ടിയിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് സൈലൻസർ. അത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് പോയി ഒന്ന് കണ്ടുപോകുക. സൈലൻസറിൽ ഞാൻ ചെറിയ ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ ഇത് ഞാൻ തുറക്കാം. അപ്പോൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു കാര്യം പറയാം. എൻ്റെ വണ്ടിയുടെ മൈലേജ് ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലോങ് റൈഡിന് പോയിട്ടില്ല. അങ്ങനെ പോയാൽ ഹൈവേ പിടിച്ചും അല്ലാണ്ടൊക്കെ സിറ്റിയിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഒരു 16 ആ ഒരു റേഞ്ചിലാണ്, 16 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് മൈലേജ് സിറ്റിയിൽ. 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സർവീസൊക്കെ കഴിയുമ്പോഴത്തേക്കും എഞ്ചിനൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ അകത്ത് കുറേ മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോയി സെറ്റായി വരണം. അപ്പോഴത്തേക്കും മൈലേജ് കമ്പനി പറയുന്നത് 19ഒക്കെയാണ്. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 16 മൈലേജാണ്, 16 ആണ്. അതിന് കൂടും. അത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 ഒക്കെ കഴിഞ്ഞ ഒരു സർവീസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാവും. ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് സീറ്റ് പഴയ പോലെ തന്നെ. നമ്മുടെ വണ്ടിയുടെ വെറുതെ ഒന്ന് തട്ടി വിട്ടാൽ അങ്ങോട്ട് പോവുമായിരുന്നു. ഇത്തിരി ടൈറ്റാണല്ലോ. അതായത് നമ്മുടെ വണ്ടിയിൽ ഒരു പെട്ടെന്ന് ആ സീറ്റ് അങ്ങ് ഫോൾഡായി പോകും. ഇതിന് എന്തൊരു ആക്ഷൻ അപ്പോൾ എങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറാം. ഈ കയറി ഇറങ്ങാൻ അത്ര സുഖമില്ലാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. കുഴപ്പമില്ല. നിങ്ങൾക്ക് നോക്കി ഈ ഒരു സ്പേസ് അത്രയും സ്പേസ് ഉണ്ട്. അതായത് സീറ്റ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി അറച്ചെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വന്ന് കമൻ്റൊക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുത്തിയൊന്നും നിറച്ചിട്ടൊന്നുമില്ല. ഇത് ബോണറ്റ് സ്പേസ് കുറച്ചിട്ട് ക്യാബിൻ സ്പേസ് കൂട്ടിയൊക്കെയാണ്. ഫോർവേഡിങ് എന്ന് പറയുക തന്നെ. അടച്ചേട്ടെ. അപ്പോൾ ഡോർ അടയുന്ന ശബ്ദം ഒന്ന് കേട്ടോട്ടാ. അപ്പോൾ ഈ വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഈ ഇനീഷ്യൽ മൈലേജ് നമുക്കൊരു 16 അല്ലെങ്കിൽ 19 വരെ കമ്പനി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ബോഡിയാണ്. നമുക്ക് ഡോർ അടക്കുമ്പോഴും അല്ലെങ്കിൽ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോഡിയാണ്. പിന്നെ 3 സിലിണ്ടർ എഞ്ചിനാണ്, 4 സിലിണ്ടർ എഞ്ചിനല്ല, 1000 cc ആണ്. അങ്ങനെയുള്ളൊരു വണ്ടിക്ക് ഒരു 19 കിലോമീറ്റർ മൈലേജ് കമ്പനി ക്ലൈംഡ് മൈലേജ് പറയുമ്പോൾ നമുക്കൊരു 16നും 18നും ഇടയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഹൈവേ ഒക്കെ പിടിച്ച് നമ്മൾ ഓടിക്കുന്ന രീതി പോലെ ഇരിക്കും. അത്യാവശ്യം
വാഹനത്തിലുള്ള ആളുകൾ അറിയാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാന്ന് പറയും. അത്രയും ഭംഗിയായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20+ എന്തായാലും കിട്ടും. അത് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ പല രീതിക്ക് ആ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ ഒരു 10,000 ചില്ലാനും കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. 10,000-നോടൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും എന്താണ് കൂടുതൽ മൈലേജ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഇത് വരുന്നുണ്ട്, ഏതാ നമ്മുടെ സുഹൃത്തുക്കളപ്പം ഏകദേശം ഞാൻ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഇതിന് മുന്നത്തെ ഗ്രാവേറ്റിൻ്റെ വീഡിയോയിൽ, അതായത് അസൻ്റയുടെ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകണം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ, അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഇന്ന് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല, പ്രൈസ് ഞാൻ പറയാം. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, വിസിയയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,78,000 രൂപയാണ്. 6,78,000 രൂപയാണ് വിസിയയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് പറയുന്നതാണ് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റിലേക്ക് കണ്ട പോലെ 5,67,000 സംതിങ്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഇന്ന് അറിഞ്ഞത് 6,78,000 രൂപയാണ്. ഇന്നത്തെ ഡേറ്റ് 26/5/2026 കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടെ ഒന്ന് കട്ടക്ക് നിൽക്കുക. ഓക്കെ.